അങ്ങനെ 7 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെയും വ്ളോഗിൽ വീഡിയോ ഇട്ടിരിക്കുന്നു. എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഓൾറെഡി 3 ദിവസത്തേക്ക് ഞാൻ എന്താണ് ട്രിപ്പിനല്ല, 3 ദിവസത്തേക്ക് സോർട്ട് ഓഫ് ട്രിപ്പൊക്കെ തന്നെ ആയിരുന്നു. പറയാണ് 3 ദിവസത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തത്. അപ്പോൾ പിന്നെ ഒരു 3 ദിവസം എടുത്ത്. അപ്പോൾ എല്ലാം കൂടി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. വാ കമോൺ. ഞാൻ ഈ ചാനൽ മറന്നിട്ടേ ഇല്ല. ഈ ചാനൽ ഇനി മുതൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടിരിക്കും, അടുത്തൊരു ഗ്യാപ്പ് വരുന്നവരെ. എന്താ അത് പറഞ്ഞാലാണ് നെക്സ്റ്റ് വീഡിയോ ഇടാൻ ചിലപ്പോ ഇയാള് സ്ഥലത്ത് കാണില്ല, വേറെ സ്ഥലത്തായി. ഞാൻ അടുത്ത വീഡിയോ സെറ്റാണ്, അടുത്ത വീഡിയോ സെറ്റാ. നമ്മള് പറയരുത്, ചെയ്യണം. ഞാൻ പറഞ്ഞു ചെയ്യുന്ന കൂട്ടത്തില് പറഞ്ഞു ചെയ്യുമ്പോ അത് കൺഫേം ആക്കി ചെയ്യണം. ഞാൻ പറഞ്ഞിട്ട് എവിടെ മിസ്സിംഗ് ആയി. ഞാൻ വീഡിയോ എടുക്കും, പിന്നെ എഡിറ്റ് ചെയ്ത് അങ്ങനെ കുറെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോക്ക് അത് വേറെ കുറച്ച് സ്പെഷ്യലാണ്. ഞാൻ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2, 3, 4 മാസം മുമ്പേ എനിക്കൊരു പയ്യൻ ഇങ്ങനെ വഴി വെച്ച് കണ്ടിട്ട് അവൻ ഷോർട്ട് ഫിലിമിന് വേണ്ടി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാന്നും പറഞ്ഞ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ആയിരുന്നു. അപ്പോൾ അന്ന് കൈയും കാലും വെച്ച് ഇതിനകത്തോട്ട് ഇപ്പം ഇന്ന് ഫൈനലി അത് റിലീസാകാൻ പോകുന്നു. അതൊരു മ്യൂസിക് ഷോർട്ട് ഫിലിമാണ്. അത് ഇന്ന് എറണാകുളത്ത് വെച്ച് റിലീസാകുന്നത്. അത് കാണാൻ വേണ്ടി പോവുകയാണ് ഇപ്പം. ഞാൻ അതിൻ്റെ അങ്ങനെ ഫൈനൽ ഔട്ടൊന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് റഫായിട്ട് ഇടക്കിടക്ക് കണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫിലിം കാണുമല്ലേ, അഭിപ്രായം പറയണം കേട്ടാ. ഞാൻ എടുത്തില്ല, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഞാൻ പൈസ കൊടുത്തേ ഉള്ളൂ. പൈസ മുടക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം. അതിന് ഇയാളെടുത്ത എഫോർട്ടിന് കൺഗ്രാജുലേഷൻ. അത് നന്നായിട്ട് വരട്ടെ. കണ്ടിട്ട് അഭിപ്രായം പറയാം. കണ്ടിട്ട് നല്ല അഭിപ്രായം പറയണം കേട്ടാ. കണ്ടിട്ട് നല്ല അഭിപ്രായം പറയണം. നല്ല അഭിപ്രായം ഒരിക്കലും പറയാം. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വീഡിയോ നല്ല അഭിപ്രായം പറയത്തില്ലേ? നിന്റെ വീഡിയോ കണ്ടാലും അതിന്റെ കറക്റ്റ് അഭിപ്രായം പറയുമെന്ന് നിനക്കറിയാം. കറക്റ്റ് അഭിപ്രായം പറയണമെന്നില്ല, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല അഭിപ്രായം പറഞ്ഞത്. ഇല്ല, അങ്ങനെ പറയും. അതൊരിക്കലും ഇല്ല. ആണോ? നല്ലതാണ് നല്ലതാന്ന് പറയൂല്ലേ? എനിക്ക് ഹെൽപ്പൊന്നുമില്ല, ഹെൽപ്പില്ല. എനിക്ക് ഇതിനെ പറ്റി ഒന്നും പറഞ്ഞുകൂടാ. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് അവിടെ ചെന്ന് കണ്ടിട്ട് കാര്യം പറയാം. അങ്ങനെയുള്ളവർക്കൊന്നും അറിയണ്ട. പക്ഷെ അതിനകത്തൊരു ക്യാമിയോ ചെയ്യേണ്ടിയായിരുന്നു. അറിയാം, ഞാൻ ആ സമയത്ത് ദുബായ് പോയതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരു ചെറിയ റോള് പ്ലേ ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് മുഖം കാണിക്കുന്നതായിരുന്നു. ആ ഒരു തിങ് അന്ന് അവൻ എൻ്റെ ഒക്കെ പറഞ്ഞ ഡയറക്ടർ. ഇനി സിനിമ ഇല്ല, സിനിമയുടെ ഫീൽഡിലോട്ട് പോവല്ലേ, എനിക്ക് യൂട്യൂബിൽ നിന്നാ മതി. ശരി ആണോ? ഇനി അങ്ങനെ ഒരു സഹായം ഇല്ല. സഹായം ഞാൻ കുറച്ച് ബോയ്സ്. ഞാൻ 10 മിനിറ്റ് ലേറ്റ് ആയായിരുന്നു, പക്ഷെ ഏകദേശം സമയത്ത് എത്തി. എന്നുവെച്ചാൽ ലേറ്റ് തന്നെ എത്തി, അല്ല കറക്റ്റൊന്നും ഇല്ല. അവിടെ ഡയറക്ടറൊക്കെ ദേവന്മാരവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇനി ആൾക്കാർ വരാനുണ്ടോ? ഇനി ആൾക്കാരൊന്നും വരാനില്ല, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. നോർമലി എല്ലാവരും ഞാൻ കറക്റ്റ് ടൈം എത്തുന്ന ഞാനാണ്. ഇന്നിപ്പോൾ ലേറ്റ് ആക്കി. കുറേ ആളായല്ലേ. മൂവി ഇപ്പോൾ സ്റ്റാർട്ടാകാൻ പോയി. സ്ക്രീൻ 3-ലാണ്. ഞാൻ ബ്ലോഗിനകത്ത് കാണിച്ചില്ലത്, ഇതാ മൂവി കേട്ടോ. എൻ്റെ പേര് വരും നോക്കട്ടെ. 2 ദിവസമായി. അതിനകത്ത് ഒരുത്തൻ അവസാനമാകുമ്പോൾ ഒരു സംഭവം കാണിക്കും. അത് വേണം എനിക്ക് ചെയ്യായിരുന്നു. ആക്ടർ ഇതേണ്ട അവിടെ ഇരിക്കുന്നത്. ഫീമെയിൽ ആക്ട്രസോട് കാണുന്നില്ലല്ലോ. ഇത് കുറച്ച് നേരം ഉണ്ടായിരുന്നു. നല്ല അഭിനയം കേട്ടാ. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചില്ല, ഒരു സ്റ്റിൽ ഫ്രെയിം മാത്രം വേണേൽ കാണിക്കാം. അത് തംബ്നെയിലുണ്ട്. അപ്പം ഇത് റിലീസാവും യൂട്യൂബിൽ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഐ റെക്കമെൻഡ് യു ഓൾ, ബിക്കോസ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞാൻ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ല കേൾക്കാൻ കൊള്ളാം, നല്ല പാട്ടാണ്. ആക്ട്രസ്സൊക്കെ നല്ലതാണ്, കാണാൻ നൈസാണ്. നമ്മളൊരു ഷോർട്ട് ഫിലിം എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ സ്പെഷ്യലി നിങ്ങൾ വിചാരിക്കും വലിയൊന്നും ഇല്ലെന്ന്, പക്ഷേ ഇത് കാണാൻ നല്ലതാണ്. കണ്ടു നോക്ക്. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. വേണമെങ്കിൽ അമ്മയുടെ ചോദിക്കാം. അമ്മേ, മാതാശ്രീ എങ്ങനെ ഉണ്ടായിരുന്നു? മാതാശ്രീ ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു. കുറഞ്ഞു പോയതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. അത് കുറച്ചുകൂടി നീട്ടി വിട്ടിരുന്നത് നല്ലായിരുന്നു. അതെനിക്കും തോന്നി. പെട്ടെന്ന് തീർന്നു എന്നതിനെ കൊണ്ട് അത്രേ ഉള്ളൂ. എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. തിയേറ്ററിൽ എല്ലാവരും ഇരിക്കുന്നത്, നമ്മൾ മാത്രമേ വരാനുള്ളായിരുന്നു. പ്രൊഡ്യൂസർ മാത്രം വരാനുണ്ട്. പ്രൊഡ്യൂസർ ലേറ്റ് എൻട്രി അല്ലേ? അതെ. പക്ഷെ ആ ലാസ്റ്റ് ഒരു നോക്കുന്ന ഒരു സീനില്ലേടാ, ഇതിനകത്ത് നമുക്ക് വീഡിയോ ഒന്നും പറയാൻ പറ്റത്തില്ല.
അത് അല്ല, അഭിപ്രായം പറയാൻ പാടില്ല. വീഡിയോയുടെ കഥ പറഞ്ഞിട്ടാണ് അഭിപ്രായം പറയുന്നത്. അല്ല, നോക്കുന്ന പയ്യൻ സൂപ്പറാന്ന് പറയാൻ പറ്റില്ല. നോക്കുന്ന പയ്യൻ സൂപ്പർ ആണെന്ന് പറയാം. അത് ഏത് നോക്കുന്ന പയ്യൻ എല്ലാ കഥ പറഞ്ഞു എന്തിനാണ് കഥ പറയുന്നതല്ല, അത് നല്ലായിരുന്നു. ഒരു ക്യാമിയോ കൊടുക്കേണ്ടതായിരുന്നു. ഞാൻ ഫേസ് കാണിച്ചില്ല. എന്നിട്ട് പ്രൊഡ്യൂസർ എന്ന് എഴുതി വരുന്ന സാധനം തുടക്കത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ പൊട്ടൻ അത് റെക്കോർഡും ചെയ്യാൻ പറ്റില്ല. പ്രൊഡ്യൂസർ എങ്ങും കണ്ടില്ല. പ്രൊഡ്യൂസർ തുടക്കത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നടാ, പക്ഷെ എന്റെ അമ്മ അത് കണ്ടില്ല. ആദ്യമേ വന്നിട്ട് കാണിച്ചില്ല, തുടക്കത്തിൽ തന്നെ നടുക്കായിട്ട് കാണിച്ച്. അതാണ് നമ്മള് കണ്ടില്ല കേട്ടോ. അത് ആണോ? ഞാൻ അമ്മയൊക്കെ ആയിട്ട് വന്നയാ. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിരിക്കുകയാണ്. എനിക്ക് വേണ്ടി മാത്രം, നിങ്ങൾക്ക് ആർക്കൊന്നും വേണ്ട. വേണ്ട, കഷ്ടം. നിങ്ങളൊന്നും കഴിക്കരുത്. ഞങ്ങളൊന്നും കഴിക്കുന്നില്ല. അമ്മ കഴിക്കുന്നത് കണ്ടോണ്ടിരിക്കാൻ വന്നേ. ഓക്കെ. അച്ഛനെന്താ സ്റ്റെയർ കേസ് കയറി കളിക്കുന്ന? നമ്മളിവിടം വരെ എത്തി. അതിനുമ്പോ അച്ഛന് പൊക്കത്തോട്ട് കയറി കാണിക്കണം. പ്രായമായിട്ടില്ല. അച്ഛൻ അവിടെ എത്തിക്കഴിഞ്ഞു. 1 മണിക്കൂർ മുമ്പേ വേണേ ഇറങ്ങും. അതാ, അങ്ങനെ ആകട്ടെടാ, വേറെ പ്രശ്നമൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ പാരഗണിൽ എത്തിയിരിക്കുകയാണ്. പാരഗൺ ഇവിടെ കഴിച്ചിട്ടില്ല. കൊച്ചിയിലെ പാരഗണിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുള്ള മറ്റേ കോഴിക്കോട് പോയപ്പോൾ അന്ന് കഴിച്ചത്. അമ്മയ്ക്കും ഫസ്റ്റ് ഫുഡ് വിശക്കുന്നുണ്ടോ? പിന്നെ നല്ല വിശപ്പേ ഉള്ളു. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. എന്താണ് ഇവിടുത്തെ ബിരിയാണി കഴിക്കാന്ന്? ഇവിടുത്തെ ബിരിയാണി ഫേമസ് ആണെന്നൊക്കെ പറയാറുണ്ട്. വില ചോദിച്ച ടേസ്റ്റ് പോയി. ഞാനിപ്പോ 5 സ്റ്റാർ ഹോട്ടലിൽ അവിടെ 650 രൂപയായിരുന്നു ബിരിയാണിക്ക്. ടേസ്റ്റ് പോയി. ഞാനില്ല, ഞാൻ ഈ നാട്ടുകാരും അല്ല. 2 ചിക്കൻ ഫുള്ള്, ഒരു മട്ടൻ ഹാഫ്, പിന്നെ ഒരു ഫുള്ള് അൽഫാം. കഴിക്കത്തില്ല നിങ്ങള്? ബിരിയാണി പീസ് ഒന്നുമില്ലേ? നമുക്ക് ചെറുതല്ലേ, സ്വീസ് ഉണ്ടതിനകത്ത്. അല്ലെ ഫുള്ള് കഴിക്കേണ്ടി വരും. ഫുള്ള് വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഫുള്ള് നമ്മ കഴിക്കില്ലല്ലോ, അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയാം. ചട്നി ഉണ്ട്, ഞാൻ കഴിച്ചും പറയാം. നല്ല കുറെ പോപ്പുലർ ആയ കടയിൽ നിന്ന് എങ്ങനെയുണ്ട്? അവര് ചമ്മന്തി തരും പറയാ. ഞാൻ കോഴിക്കോട് പോയപ്പോഴും തന്നെയായിരുന്നു. അതാണ് ചമ്മന്തി, ഒരു ഇച്ചിരി അതിന് കോംബോയാണ്. അച്ഛൻ ചിരിക്കുന്നില്ലേ? ടേസ്റ്റ് ഒന്നും മോനെ വേറെ ലെവലാണ്. ഇത് അമ്മ വീഡിയോക്ക് വേണ്ടി പറയുവാണ്. സത്യമായിട്ടും അമ്മയ്ക്ക് ബിരിയാണി അമ്മ കഴിക്കാലെന്ന് നിനക്കറിയാലോ. എനിക്ക് കഴിക്കാം, ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ബിരിയാണി നല്ല ടേസ്റ്റ്. ആഹാരത്തിന് ഞാൻ ഒരിക്കലും പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു നോക്ക്. ആണ്. എന്റെ ചിക്കൻ നോക്കട്ടെ എങ്ങനെ ഉണ്ടോ. ഞാൻ കുറെ ഏറെ ചിക്കൻ പ്രതീക്ഷിച്ചു കേട്ടോ. അതാണ് ഇത്രയും പറഞ്ഞത്. ഇത് ഒട്ടും ഇല്ല. ചിക്കൻ ഫ്രൈ കൊള്ളാം കേട്ടോ. അച്ഛൻ്റെ ചോദിക്കാം നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാവും. നല്ലതാണ്. ചോറ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഇവർ രണ്ടുപേരും ക്യാമറ കണ്ടി പറയുമോ? ബിരിയാണി സൂപ്പർ. അമ്മ മട്ടനല്ലേ, അമ്മ കഴി. കുറെ നാളല്ലേ മട്ടൻ കഴിച്ചിട്ട്? കുറെ നാളായി. കഴിച്ച എപ്പോഴായിരുന്നു? 1950. ഓർമ്മയില്ല മട്ടൻ. ഇപ്പൊ ഒത്തിരി ഈടക്കൊന്നും കഴിച്ചിട്ടൊന്നുമില്ല അമ്മ. അത് ഇന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വെച്ച് കഴിച്ചതാ. അവിടെ നിന്ന് മട്ടൻ ബിരിയാണി കഴിച്ച് കഴിഞ്ഞത് ഇവിടെ വന്ന് മട്ടൻ മേടിച്ചു കേട്ടോ. എന്തായാലും ഇന്നൊരു മട്ടൻ കറി ആക്കിയത്. ബിരിയാണി അമ്മേനെ കൊണ്ട് താങ്ങാൻ തോന്നുന്നു. ബിരിയാണി വേണ്ട. ബിരിയാണി താങ്ങത്തില്ല, മട്ടൻ തന്നെ ഓളത്തിന് താങ്ങുക. ആ മുട്ട് വാങ്ങിച്ചോ ഒരെല്ലി പിടുത്തത്തിന്. എന്ത് പിടുത്തത്തിന്? ആ മുകളിനകത്തുണ്ടായിരുന്ന എല്ലാ ഫ്രൂട്ട്സും കൂടി മേടിച്ചിട്ടുണ്ട്. നമുക്കിനി മറ്റേ ഉന്തുവണ്ടി കൊണ്ടുപോയിട്ട് നാളെ തൊട്ട് ഞാൻ വിറ്റ് തുടങ്ങാം അല്ലേ അമ്മേ? അതായിരിക്കും നല്ലത്. ഓ കണ്ടൻ അവനുണ്ട് കേട്ടോ, അവൻ എങ്ങും പോയില്ല. ഒരു നല്ല പൂച്ച. എന്താ അനുസരണ നോക്കിയത്? ഇത് തല വെക്കുമ്പോ കാണാം കേട്ടാ. ഇപ്പൊ അവന് കളിക്കാനുള്ള ഇതില്ല. വീഡിയോ കാണിക്കാൻ മാത്രം നീ ഒരു ആക്റ്റീവ് ഇല്ലല്ലേടാ ഇത്. അല്ലെങ്കിൽ ഒടുക്കത്തെ കടിയാ. ഇതുവരെ കാണാത്തൊരു ചക്ക മേടിച്ചിട്ടുണ്ട് കേട്ടാ. ഇതൊരു ഇമ്പോർട്ടഡ് ഫ്രൂട്ട് ആണെന്ന് തോന്നുന്നു. ഏതോ ഒരു മിനിയേച്ചർ ചക്കയാ, ചുമന്ന കളറില്. നാരങ്ങയല്ല, ചക്കയാണ്. കേട്ടോ ഇവിടെ കാണിച്ചില്ലേ? ചക്കയാ, ചക്ക. അത് കണ്ട, ആദ്യമായിട്ട് കഴിക്കുക. ഇതിന് മധുരം എന്ന് പറഞ്ഞൊരു കിണ്ടിയില്ല. മധുരവും ഇല്ല, ഉപ്പുമില്ല, പുളിയില്ല, ഒരു കുന്തോ ഇല്ല. കുതി തിന്നാനാ? ആരും മേടിക്കുന്നില്ലായിരുന്നു. ഇത് വലിയ ഫേമസ് ആയ ഫ്രൂട്ട് അല്ല, ആരും മേടിക്കുന്നില്ലായിരുന്നു. ഒരു ടേസ്റ്റ് കഴിച്ചു നോക്ക്. നീ പറഞ്ഞ കഴിച്ചു നോക്ക്, കിടിലൻ ടേസ്റ്റാ.
ആ കളർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലത്. ഞാൻ കുറേയൊക്കെ പ്രതീക്ഷിച്ചു പോയി. അതൊന്നും പാളിപ്പോയി. പക്ഷെ നമ്മൾ ഇത് സെറ്റ് ആയിരിക്കും. ഇത് ഇമ്പോർട്ടഡ് ഗ്രേപ്സ് ആണ്. എന്നുവെച്ചാൽ ഈ ഗ്രേപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഗ്രേപ്പ് ഫുൾ ആയിട്ട് കൺസ്യൂം ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്പേസ്. കൊള്ളാവാ. അതെ, ഇതാണ് മുന്തിരിങ്ങ കേട്ടാ. ഇത് കൊള്ളൂല്ലേ? സൂപ്പർ 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 ഇത് ഗ്രേപ്സിന് ടേസ്റ്റ് അല്ല, വേറെ ടേസ്റ്റാ. സൂപ്പർ. പുളിയില്ല, മധുരമുണ്ട്. ഇപ്പൊ ഇതിന് ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയത് പപ്പായയുടെ ടേസ്റ്റാ. പപ്പായ ടേസ്റ്റുള്ള ഗ്രേപ്സ്. തിരിച്ച് ഡയറ്റിലോട്ട് വരണം എനിക്ക്. സത്യം പറയാണ്, ഞാൻ കുറച്ചായിട്ട് ഞാൻ ഇപ്പം കുറച്ച് നാളായല്ലോ അവിടെ ഫ്രൂട്ട്സ് കഴിക്കുന്നത്. പിന്നെ പപ്പായയുടെ ടേസ്റ്റ് അല്ലേ ഇത് പുള്ളിയിലെന്ന് തോന്നുന്നു. അത്? പപ്പായയുടെ ടേസ്റ്റ് കഴിച്ചു നോക്കിയ ഫുള്ള്. അത് കൊള്ളാതെ എന്ത് ടേസ്റ്റ് അത്? എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയൂടാ. ഞാൻ ഇവിടെ ഒരു ഓംലേറ്റ് കഴിക്കുക ബോയ്സ്. രാവിലെ ഇവിടെ ഒന്നും കഴിച്ചില്ലായിരുന്നു.